സിനിമ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഇങ്ങനെ ഒരുപാട് സിനിമകൾ വരുമ്പോഴത്തേക്കും സംവിധാനത്തിലേക്ക് ഭയങ്കര ഫോക്കസും കോൺസെൻട്രേഷനും ഒക്കെ കുറഞ്ഞു പോകുന്നുണ്ടോ? ഇല്ലില്ല, കുറഞ്ഞിട്ടൊന്നുമില്ല. അത് വിചാരിക്കുന്ന സമയത്ത് നടക്കാതിരുന്നു എന്നുള്ള ഒരു പ്രശ്നമുണ്ട് മാത്രമുണ്ട്. അത് പക്ഷേ നമ്മൾ കുറച്ച് വലിയ സിനിമ നമ്മുടെ കൺട്രോളിൻ്റെ അപ്പുറത്തുള്ള ഇൻഡസ്ട്രിയിലൊക്കെ ഉള്ള സിനിമകൾ എന്നൊക്കെ പറയുന്ന പോലത്തെ സ്പേസിൽ നിൽക്കുന്നതുകൊണ്ട് ആ സിനിമകൾക്ക് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിലേസ് സംഭവിച്ചിട്ടുണ്ട്. ഞാനൊരു കാര്യം ചോദ്യം ചോദിച്ചാൽ എന്നെ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഇപ്പൊ ഈ സിനിമയിൽ മറ്റേ അണ്ടർവെയർ ഇട്ട് ഓടിയ ഒരു സീൻ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പ്രാവൻകൂട് ഷാപ്പിലും അങ്ങനെ എന്തോ ഉണ്ടെന്ന് എന്നോട് എല്ലാവരും പറഞ്ഞു തന്നായിരുന്നു. ഇതൊരു പ്രാവൻകൂട് ഷാപ്പ് കാണാൻ പറ്റിയില്ല, അതുകൊണ്ടാ. അപ്പൊ ഈ അണ്ടർവെയർ ഇട്ട് ഓടുക പറയണത് ഒരു എന്താണോ അതിനകത്ത് അങ്ങനെ എന്തോ ഒരു ഓട്ടം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. എന്ത് ചേട്ടാ സംഭവം എല്ലാത്തിലും ഇങ്ങനെ ഇതൊന്നും തമ്മയിലാക്കി എടുക്കുന്നത്. എനിക്കിതിനെ പറ്റി ഒന്നും പറയാനില്ല, കാരണം ഈ പടത്തിൽ എനിക്കുണ്ട്. ഞാനത് ചോദിച്ചു മേടിച്ചൊന്നല്ല കേട്ടോ. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു സീൻ വേണം എന്ന് പറയുന്നത് മേടിച്ചു. അതിലെ ക്യാരക്ടേഴ്സിനും അങ്ങനത്തെ ട്രൈറ്റുകളും ബുക്കിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ 4-5 ചെറുപ്പക്കാർ എന്ന് പറയുന്ന ബുക്കിൽ അത് എഴുതിയിട്ടുണ്ട്. പ്രാവൻകൂട് ഷാപ്പിലെ ഒരു പോർഷൻ തൊട്ട് പിന്നെ അങ്ങനത്തെ ആണ് ആ സീക്വൻസ് മൊത്തം. ഭയങ്കര സീരിയസ് ആണ്, എന്നാൽ അതിലൊരു കോമഡി ഉണ്ടെന്ന് പറഞ്ഞ പോലത്തെ അങ്ങനത്തെ ഒരു ലുക്കിൽ പോലീസ് പുറത്ത് പോലീസിന്റെ ഷർട്ടും താഴെ ബോക്സർ ഇട്ടിട്ട് ചെയ്സിൻ. അതിനൊരു രസം ഉണ്ടല്ലോ, അതിനൊരു ഇമേജ് ഉണ്ടല്ലോ, നല്ല രസമുള്ളൂ. ജമ്പനും തുമ്പനൊക്കെ പണ്ട് പോകും.